വലിയ ശബ്ദങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ എന്റെ എഴുത്തുമുറിയിൽ ഇരുന്നിട്ടാണ് ധന്യമേചനം പറയുന്നത്. മുൻകൂട്ടി അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്. ഇന്ന് തടസ്സമൊന്നുമില്ലായിരിക്കുമ്പോഴാണ് മീൻ എന്നൊരാൾ വിളിച്ചു പറഞ്ഞു പോകും നിരത്തിലൂടെ. അപ്പൊ മീനാകട്ടെ വിഷയം. മീനിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കണം. എന്താണ് മീനിനെ കുറിച്ച്? മീനിനെ കാണുന്നത് ഇഷ്ടമാണ്. മീനിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പലയിടത്തിലും പോയിട്ടുണ്ട്, മത്സ്യങ്ങളെ കാണാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകളെ കാണുന്നത് ശൃംഗേരിയിലാണ്. എന്റെ ഏതോ ഒരു യാത്രാ വിവരണത്തിൽ തലക്കെട്ടന്നെ ശൃംഗേരിയിലെ മീനുകൾ എന്നാണ്. തിരുവനന്തപുരത്ത് പോയ അരുവിക്കരയിലും മീനുകൾ വെള്ളത്തിൽ കളിക്കുന്നത് കാണാനായിട്ട് കഴിയും. ആ മീനുകളിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാൻ ഉണ്ട്. ചേറിലെ മീനുകൾ എന്ന് ഒരു പ്രയോഗമുണ്ട്. പരമഹംസരാണ് ആദ്യം ഇത് പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. പാടത്ത് മഴക്കാലത്ത് ഏറ്റവും ചേറുള്ളപ്പോ അതിൽ മത്സ്യങ്ങളുണ്ടാവും. ആ മത്സ്യങ്ങളുടെ വെള്ളി പോലെയാണ് തിളങ്ങുക. ഈ ചേറിന്റെ അംശം ഒന്നും അതിലുണ്ടാവില്ല. തിളങ്ങുന്ന മീനുകൾ. ഈ മീനുകളെ മനുഷ്യൻ എക്കാലത്തും ചിന്തിച്ചിട്ടുണ്ട്. മീന്, സർപ്പം ഒക്കെ നമ്മുടെ വലിയ പ്രതീകങ്ങൾ ആണ്. വളരെ വലിയ പ്രതീകം. ഏറ്റവും സൂക്ഷ്മമായ രൂപത്തെ പറ്റി പറയുമ്പോൾ മീൻ എന്നാണ് പറയുക. ഏറ്റവും സൂക്ഷ്മം. ആ ഏറ്റവും അതിസൂക്ഷ്മം ആയ തന്മാത്രയിലേക്ക് വരുമ്പോൾ, അതുകൊണ്ടാണ് ദശ അവതാരങ്ങളിൽ ആദ്യത്തേത് മത്സ്യം എന്നാണ് പറയുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. അങ്ങനെയാണ് ആ വളർച്ചയുടെ ഘട്ടം. ഏറ്റവും ചെറുതിനെ മീൻ എന്ന് പറയുന്നു. ആ മീനിന്റെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട്. അടയാതിരിക്കും എപ്പോഴും. കൺപോളകളില്ല. അതുകൊണ്ടാണ് മധുര മീനാക്ഷി എന്ന് വിളിക്കുന്നത്. മീനിനെ പോലുള്ള കണ്ണുകൾ എന്നർത്ഥം മാത്രമല്ല, മീനിന്റെ കണ്ണുകൾ കൺപോളകൾ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. നമ്മളെ സംരക്ഷിക്കുന്ന ലളിതാ സഹസ്രനാമത്തിൽ അതിന് സദ്യപ്രസാദിനി എന്നാണ്. സദ്യപ്രസാദിനി ഉറക്കൊഴിച്ച് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയമിടിപ്പ് മീൻ കണ്ണുകളാണ്. കുട്ടി കുറെ നിലവിളിച്ചു, ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം പകുതി ഉറങ്ങിയപ്പോ അമ്മ അപ്പുറത്ത് കിടന്നുറങ്ങി. അമ്മ മനുഷ്യ സ്ത്രീയല്ലേ. പക്ഷെ കുട്ടി ഉറങ്ങിയാലും അമ്മ ഉറങ്ങിയാലും ഉണർന്നിരിക്കുന്ന, തുറന്നിരിക്കുന്ന രണ്ട് കണ്ണുകളുണ്ട് മധുര മീനാക്ഷിയുടെ, പരാശക്തിയുടെ. ഈ കുട്ടിയുടെ ഹൃദയമിടിപ്പ് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അത്ര പ്രാധാന്യം മത്സ്യത്തിന് ഉണ്ട്. ആ കണ്ണുകൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. തള്ളമീൻ എതിരായിട്ട് വരുമ്പോൾ ചെറിയ മീനുകൾ നേരെ എതിരായിട്ട് വന്നിട്ട് വിശപ്പ് വരുമ്പോൾ അമ്മ മീനിന്റെ കണ്ണുകളിലേക്ക് നോക്കും. അപ്പൊ വിശപ്പില്ലാതെ. അമ്മ മീനിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ വിശപ്പ്
ഇല്ലാതെ ആകും. ഈ കാരണം കൊണ്ട് തന്നെ മീനിനെ വളരെ വലിയൊരു പ്രതീകമാക്കിയിട്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും ക്ലാസിക്കുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മീനിനെ കാണുന്നത് തന്നെ ഒരു കൗതുകം ആണ്. ഞാൻ പട്ടാമ്പിക്കാരനാണ്. ആ ഭാഗത്ത് എല്ലാവരും മത്സ്യം കഴിക്കുന്നവരാണ്. ചെറുപ്പത്തിലെ മത്സ്യം കഴിച്ചിട്ടാണ് വളർന്നത്. ചിക്കൻ മുതൽക്കുള്ള വസ്തുക്കളൊന്നും മാംസാഹാരം കഴിക്കില്ല. മത്സ്യം കഴിച്ചു വളർന്നതായതുകൊണ്ട് മത്സ്യത്തിനോടൊരു പ്രിയമില്ലെങ്കിൽ അത് നിർത്തിയിട്ടില്ല. എന്തിനാ അത്ര വലിയൊരു സ്വാദുള്ള ഒരു സാധനമാണെങ്കിൽ എന്തിനാണ് നിർത്തണത് എന്നൊരു ചോദ്യം. അത് കൂടാതെ ഒരു വളരെ വലിയ ഭാരതത്തിലെ പ്രതിപാദനന്മാരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞ വാക്കുകൾ നമ്മളെ സ്വാധീനിക്കും. മത്സ്യം ഭക്ഷിക്കാമെന്നാണ് അവര് പറയുന്നത്, മീൻ മാത്രം. അതുകൊണ്ടാണ് പല പ്രദേശങ്ങളിലും ബ്രാഹ്മണര് മത്സ്യം ഭക്ഷിക്കും. അവര് മീൻ മത്സ്യം എന്നല്ല പറയുന്നത്, അവരുടെ ഭാഷയില് ജലപുഷ്പം എന്നാണ് പറയുന്നത്. ജലപുഷ്പം ഭക്ഷിക്കാമെന്നാണ് പറയുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. മീനിന് വേദന ഇല്ല എന്നാണ് പറയുന്നത്. ഒരു മീനിനെ പിടിക്കുമ്പോ ആ വെള്ളത്തിന് എടുക്കുമ്പോ കിടന്ന് പടയല്ലാത്ര, അതിന് വേദന ഇല്ല. പക്ഷെ നമ്മളിപ്പോ ഒരു കുട്ടിയെ ഇങ്ങനെ പിടിക്കുമ്പോ കുട്ടി കിടന്നൊരു പടയുമല്ലോ. പടയാച്ച ഒരു സ്വതസിദ്ധമായൊരു ഭാവം ഉണ്ടല്ലോ. മത്സ്യത്തിന് വേദന ഇല്ലാന്ന് പറയുന്ന ഒരു ചിന്താധാരയുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ മത്സ്യങ്ങൾ മാത്രം ഭക്ഷിക്കുന്നവരും ഉണ്ട്. അപൂർവമായിട്ടുള്ള അവസരങ്ങളിൽ വലിയ മീനുകളല്ല, ചെറിയ മീനുകൾ ഞാൻ ഭക്ഷിക്കുന്നത് നിർത്തിയിട്ടില്ല. നിർത്തേണ്ട കാര്യം എന്താ, അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ. പക്ഷെ ഇപ്പൊ ഏകദേശം നിർത്തിയ മാതിരിയാണ്. കാരണം മീന് എന്നുള്ളത് ഇപ്പൊ എവിടെയും നല്ല മീൻ കിട്ടുകയില്ല. മീൻ പിടിക്കാൻ പോകുന്നത് തന്നെ മീൻ പിടിച്ച് വീണ്ടും കരയിൽ എത്തുമ്പോ തന്നെ ഒരാഴ്ചയൊക്കെ താമസിക്കും. അപ്പൊ അതിന്റെ പ്രിസർവേറ്റീവ്സ് എന്നും പറഞ്ഞിട്ട് അതിനെ സൂക്ഷിച്ചു വെക്കുന്ന വിഷ സാമഗ്രികളുമായിട്ടാണ് ആദ്യമേ തന്നെ പോകുന്നത്. ക്രമേണ ഇപ്പോ മത്സ്യത്തെ കേടുകൂടാതെ വെക്കുക എന്നുള്ളത് കൊണ്ട് അതിന്റെ വിഷം വർദ്ധിച്ച് ഞാൻ ഇപ്പൊ ഭക്ഷിക്കൽ നിർത്തിയിട്ടോ. കാരണം വെച്ചാൽ അതിൽ വിഷം വല്ലാതെ ചേർക്കുകയും അത് കഴിക്കുന്നവരെ ബാധിക്കുകയും നമ്മളെക്കാൾ അറിവുള്ള പൂച്ച, നായ തുടങ്ങിയ ജീവികൾ ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അതിൽ വല്ലാതെ വിഷം ചേർക്കുമ്പോൾ മിക്കവാറും ആ വേസ്റ്റ് തിന്നുന്ന നായകൾക്കൊക്കെ വലിയ ത്വക്ക് രോഗങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പൂച്ചകൾ പലപ്പോഴും ഇത് ഭക്ഷിക്കുന്നതേ ഇല്ല. തൊട്ട വീട്ടില് പൂച്ചയെ വളർത്തുന്ന ഒരാള്, പൂച്ചക്കുട്ടിയാണ്, മീൻ തിന്നണം വെച്ചിട്ട് അയാള് മീൻ കഴിക്കില്ല കൊണ്ട് മീൻ വാങ്ങി കൊടുത്തിട്ട് അതിന്റെ തല മാത്രം കൊടുത്തപ്പോ പൂച്ചക്കുട്ടിക്ക് വരെ മനസ്സിലായി ഇത് തിന്നാൻ പറ്റുന്നതല്ല എന്ന്. ഇത്രയും കനത്ത വസ്തുക്കള് മീനിൽ ചേർക്കാൻ കാരണവുമുണ്ട്. വെള്ളത്തിൽ കിടക്കുന്ന ഒന്നിനും ഗന്ധം ഇല്ല. ആ അർത്ഥത്തിൽ മീനിന് ഗന്ധമില്ല. മീനിന് ഗന്ധമില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? മീൻ വാങ്ങിക്കൊടുന്ന് വെച്ചാൽ 10 ദിവസം അതിന്റെ മണം വീട്ടിൽ മുഴുവൻ നിൽക്കുമല്ലോ. ഉത്തരം, വെള്ളത്തിലുള്ള മീനിന് ഗന്ധമില്ല. വെള്ളത്തിന് എടുത്ത ഉടനെ അതിന്റെ സെല്ലുകൾ ചീഞ്ഞുകൊണ്ടിരിക്കും. വെള്ളത്തിന് എടുത്ത ഉടനെ.
മത്തി തുടങ്ങിയിട്ടുള്ള മീനിന്റെ ഒക്കെ സെല്ലുകൾ പെട്ടെന്ന് കേടുവന്നുകൊണ്ടിരിക്കും. അപ്പം മുതൽക്ക് അതിനെ നിലനിർത്താനുള്ള പ്രിസർവേറ്റീവ്സ് കാണേണ്ടിയിരിക്കും. അങ്ങനത്തെ മീൻ നമ്മുടെ കയ്യിൽ എത്തുമ്പോഴേക്കും 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടും പൂച്ചയും നായയും വരെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദുഃഖമുള്ളത് നല്ലൊരു ഭക്ഷ്യവസ്തു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമുദ്രത്തിൽ കിട്ടുന്ന മീന് നല്ല തരക്കേടില്ലാത്തൊരു ഭക്ഷ്യവസ്തുവാണ്. അതിന്റെ സ്ഥിതി ഇങ്ങനെയാകുമ്പോൾ എന്തു ഭക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ അതിന്റെ ആസ്വാദകർ ദുഃഖിക്കുന്ന ഒരു കാലഘട്ടം ആണ്. എന്തായിരുന്നാലും ശരി, അകത്തേക്ക് സാത്വികമായ ഭക്ഷണം വേണം കഴിക്കുക എന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന കാര്യം ഒന്ന് ചിന്തിക്കുകയും പുഴയെന്ന് കിട്ടുന്ന ശുദ്ധജലത്തിൽ കിട്ടുന്ന അങ്ങനെ ചെറിയ മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിപ്പോ സാധാരണക്കാരന് അപ്രാപ്യം ആണ്. മത്സ്യങ്ങളെ കുറിച്ച് ധാരാളം മനസ്സിലാക്കാനും പഠിക്കാനും റിസർച്ച് ചെയ്യാനുമുണ്ട്. ആ കാര്യം ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.